KFC മോഡൽ ചിക്കൻ നമ്മുടേതായ രീതിയിൽ നമുക്കൊന്ന് വറുത്തു നോക്കാം. സ്വാഗതം കൂട്ടുകാരെ നമ്മളുടെ വീഡിയോയിലേക്കും ചാനലിലേക്കും. വലിയ കഷ്ണങ്ങളാക്കിയ 1 കിലോ ചിക്കനാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചെടുത്തത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ പെരുംജീരകം ചതച്ചെടുത്തത്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ചേർത്ത് കുഴച്ചെടുത്ത് ചിക്കനിൽ ചേർത്ത് അരമണിക്കൂർ വയ്ക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ വറുത്തെടുക്കണം. മുഴുവൻ മൊരിയേണ്ട കാര്യമില്ല, ഒരു 1/4 ഭാഗത്തോളം വേവ് ആയാൽ മതി. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ചേർത്ത് കൊടുക്കും. ഇത് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഓരോന്നായി എടുത്ത് വറുത്തെടുക്കണം. ഈ ട്രിപ്പ് ഇട്ട് കൊടുക്കുന്ന ചിക്കൻ എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് അപ്പോൾ തന്നെ ഇത് ഒന്ന് മറച്ച് ഇട്ട് കൊടുക്കുകയും വേണം. തീ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. ജീരകം ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായി തീ സിമ്മിലേക്ക് മാറ്റിയിടുന്നത് നല്ലതാണ്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് തീ മീഡിയത്തിലേക്ക് മാറ്റാം. ഇനി ഇത് മറിച്ചും തിരിച്ചുമിട്ട് പതുക്കെ നമുക്ക് വേവിച്ചെടുക്കാം. 1/4 ഭാഗം വെന്താൽ മതി, മുരിയേണ്ട ആവശ്യമേയില്ല. ഇപ്പോൾ ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കി നോക്കൂ. ഏറെ രുചികരമാണ് ഇത്. ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും പെരുംജീരകത്തിൻ്റെയും എല്ലാം മൊരിഞ്ഞ രുചി ഇതിൽ വരുമ്പോൾ അതൊരു വേറെ രുചി തന്നെയാണ്, വേറെ ലെവലാണ്. ഇത് ഏകദേശം 1/4 ഭാഗത്തോളം വേവ് ആയിട്ടുണ്ട്. എന്തായാലും കുറച്ചുകൂടി വെന്തോട്ടെ. 1/4 ഭാഗം വേവോടെ നമ്മൾ വറുത്തെടുത്ത ചിക്കൻ ബ്രെഡ് ക്രംസ് ഉപയോഗിച്ചാണ് മൊരിച്ചെടുക്കുന്നത്. ഇതിനായി നമുക്ക് 3 കോഴിമുട്ടയും ആവശ്യമുണ്ട്. ഇപ്പോൾ ചിക്കൻ ആവശ്യത്തിന് പാകമായി കഴിഞ്ഞു. പാകമായത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ചിക്കൻ ഇതേ കണക്കിൽ വറുത്തെടുക്കുകയും ചെയ്യാം. പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ ചിക്കനിൽ വെളിച്ചെണ്ണ അധികം ഊറ്റിക്കളയുകയൊന്നും വേണ്ട. അവസാനം ഫ്രൈഡ് ചിക്കൻ ആക്കുമ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. കഷ്ണങ്ങൾ ഓരോന്നായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കൈ പൊള്ളാതെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. കൂടാതെ ഈ സമയത്ത് തീ സിമ്മിലേക്ക് മാറ്റിക്കോളൂ. ചിക്കൻ കഷ്ണങ്ങളെല്ലാം പാത്രത്തിലേക്ക് ഇപ്പോൾ മാറ്റി കഴിഞ്ഞു. ഓക്കെ, ഇനി ബാക്കിയുള്ള കഷ്ണങ്ങൾ കൂടി ഇതേപോലെ ഇട്ടുകൊടുത്ത് ഇതേ കണക്കിൽ തന്നെ വറുത്തെടുക്കാം. ചിക്കൻ എല്ലാം തന്നെ ഇപ്പോൾ ഏകദേശം ആയിക്കഴിഞ്ഞു. ഇനി ഇതുകൂടി പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. 3 കോഴിമുട്ടകൾ ഒരു പാത്രത്തിലേക്ക് ഉടച്ചൊഴിച്ച് അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഒരു നുള്ള് ഉപ്പ് മതിയാകും. ഇനി കോഴിമുട്ട നന്നായി മിക്സ് ചെയ്തെടുക്കണം. മതിയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും വാങ്ങിയതാണ്. ഇനി നമുക്ക് വറുത്തെടുത്ത ചിക്കൻ ഈ കോഴിമുട്ടയിൽ മുക്കിയെടുത്ത് അത് ബ്രെഡ് ക്രംസിൽ കുഴച്ചെടുത്ത് മാറ്റി വയ്ക്കാം. വറുത്തെടുത്തിട്ടുള്ള എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഇതുപോലെ നമുക്ക് ബ്രെഡ് ക്രംസ് പുരട്ടി വയ്ക്കാം. ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളും തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ഓരോന്നായി എടുത്ത് വെളിച്ചെണ്ണയിൽ, അതായത് നേരത്തെ നമ്മൾ ചിക്കൻ വറുത്ത ബാക്കിയുള്ള വെളിച്ചെണ്ണ, ചിക്കൻ മാറ്റിവെച്ച പാത്രത്തിൽ ഊറി വന്നിരുന്ന വെളിച്ചെണ്ണയും കൂടി ഇതിൽ ചേർത്ത് തിളയ്ക്കുമ്പോൾ ചിക്കൻ ഓരോന്നായി ഇട്ടുകൊടുത്ത് പതുക്കെ മൊരിച്ചെടുക്കാം. വളരെ ശ്രദ്ധിച്ചു വേണം ഇത് ചെയ്യാൻ. തീ ആവശ്യത്തിന് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ടുകൊടുത്ത് ഒരു വശം ആവശ്യത്തിന് മൊരിഞ്ഞു വരുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കുക. നന്നായി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഒരു വശം ഏകദേശം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഓരോന്നായി നമുക്ക് മറിച്ചിടാം. ഇപ്പോൾ ഈ ചിക്കൻ മുരിഞ്ഞു വരുന്നതിൻ്റെ എന്ത് നല്ല മൊരിഞ്ഞ മണമാണെന്നോ. വായിൽ വെള്ളമൂറി തുടങ്ങി. ഞാൻ അടുക്കള വാതിൽ അടച്ചിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. മക്കൾ വാതിൽ തട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കൃത്യമായ അളവിൽ മൊരിഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട്. ശരിയായി മൊരിയാത്തവ ഒന്നുകൂടി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും പാകമായി കഴിഞ്ഞു. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ബാക്കിയുള്ളവ കൂടി ഇതുപോലെ തന്നെ വറുത്തെടുക്കാം.
നിങ്ങളിത് എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ച് ക്ഷമ മാത്രം മതി. അപ്പോൾ പിന്നെ വീഡിയോ കണ്ടതിന് നന്ദി. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.